ശരി, ശ്രീ എം ആർ അഭിലാഷ്, അടുത്തിടെയായിട്ട് ഹരിയാന സർക്കാരിന്റെ ഇങ്ങനെയുള്ള ശ്രമം, പക്ഷേ അത് കോടതിയിൽ തട്ടി നിൽക്കുകയാണല്ലോ ചെയ്തത്. ഇപ്പോഴും ആ കേസ് പെൻഡിങ്ങിലും നിൽക്കുകയാണല്ലോ. അതുകൊണ്ട് നിയമപരമായി നോക്കുമ്പോൾ കർണാടക സർക്കാരിന് ഈ നിയമസഭയിൽ ഈ ബില്ല് പാസ്സായാൽ തന്നെ, നിയമമായാൽ തന്നെ കോടതിയുടെ കടമ്പ കടക്കുവാനുള്ള ബുദ്ധിമുട്ട് നിലവിൽ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ശ്രീ മഞ്ജുഷ്, ഡോക്ടർ ഫസൽ ഗഫൂർ സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു തരത്തിൽ വിഭജനത്തിന്റെ വിത്ത് വിതയ്ക്കുന്ന ഒരു ലെജിസ്ലേറ്റീവ് പ്രപ്പോസലാണ്. ഇത് നിയമമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ബാംഗ്ലൂരിനെ പോലെ ഒരു സിറ്റി എന്ന് പറയുന്നത് അത് ദക്ഷിണേന്ത്യയുടെ മുഴുവൻ അല്ല, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ മുഴുവൻ ഒരു സാങ്കേതിക സമ്പത്താണ്. അതിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വലിയ പ്രതിഷേധം രാജ്യമെമ്പാടും ഉയരും. എന്ന് മാത്രമല്ല, അത് നിയമമായി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പല പ്രൊവിഷൻസിനും അത് വിരുദ്ധമായിട്ടാണ് എന്നത് വളരെ പ്രകടമാണ് തന്നെയാണ്. പഞ്ചാബിൽ കൊണ്ടുവന്ന പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി ഹരിയാനയിൽ കൊണ്ടുവന്നത് സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് ലോക്കൽ കാൻഡിഡേറ്റ്സ് ആക്ട് എന്ന് പറഞ്ഞൊരു നിയമം 2020 കൊണ്ടുവരികയുണ്ടായി. അത് ബഹുമാനപ്പെട്ട പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അവിടെയും 75% പ്രാദേശികമായിട്ടുള്ള റിസർവേഷൻ ആയിരുന്നു നിയമപ്രകാരം കൊണ്ടുവരാൻ ശ്രമിച്ചത്. അപ്പൊ ഇത്തരത്തിലുള്ള പോപ്പുലിസ്റ്റിക് ആയിട്ടുള്ള മെഷേഴ്സ് സർക്കാർ ദീർഘവീക്ഷണമില്ലാതെ നിയമനിർമ്മാണ പ്രക്രിയ വഴി കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അത് ഭരണഘടനയുടെ ഏറ്റവും മൗലികമായിട്ടുള്ള മൂല്യങ്ങളെ നിരാകരിക്കുകയാണ് അത്തരം നിയമനിർമ്മാണത്തിലൂടെ ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ അത് നിയമത്തിൽ നിലനിൽക്കുകയില്ല. ഭരണഘടനയുടെ 14ാം അനുച്ഛേദം അത് സമത്വമാണ് വാഗ്ദാനം ചെയ്യുന്നത്. 15ാം വകുപ്പ് എന്ന് പറയുന്നത് ജാതിയുടെയോ വംശത്തിന്റെയോ ലിംഗത്തിന്റെയോ ജനിക്കുന്ന സ്ഥലത്തിന്റെയോ മാത്രം അടിസ്ഥാനത്തിൽ ആരോടും വേർതിരിവ് കാട്ടാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്നു. എന്ന് മാത്രമല്ല, ഭരണഘടനയുടെ 19ാം വകുപ്പ് എന്ന് പറയുന്നത് പ്രത്യേകതരം സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു വ്യക്തിക്ക് 19G പറയുന്നുണ്ട് എന്ത് തൊഴിലും ഒരു വ്യക്തിക്ക് സ്വീകരിക്കാൻ കഴിയും. 19(1)G 19(1)E പറയുന്നുണ്ട് ഇന്ത്യയിൽ എവിടെയും യാത്ര ചെയ്യുവാനും അവിടെ സെറ്റിൽ ചെയ്യുവാനുള്ള അവകാശം. മിസ്റ്റർ മഞ്ജുഷിന് ജാർഖണ്ഡിൽ പോയി അവിടെ താമസിക്കാൻ കഴിയും. പക്ഷെ അവിടെ താമസിക്കുന്ന ശ്രീ മഞ്ജുഷിന് അവിടെ ഉപജീവന മാർഗം നിഷേധിക്കപ്പെടുകയാണെങ്കിൽ ആ 19(1)E എന്ന് പറയുന്ന ആ മഹനീയമായിട്ടുള്ള ഇന്ത്യൻ ഭേദഗതി കൊണ്ട് പോലും എടുത്തു കളയാൻ കഴിയാത്ത ആ ഒരു മഹനീയ അവകാശത്തിന് പിന്നെന്താ പ്രസക്തിയായിട്ടുള്ളത്? അപ്പം ഭരണഘടനയുടെ പാർട്ട് 3 3ാം ചാപ്റ്റർ നമുക്ക് ഓഫർ ചെയ്യുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങൾക്കും, പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യങ്ങൾക്കെല്ലാം വിരുദ്ധമായിട്ടുള്ള ഒരു നിയമനിർമ്മാണ പ്രപ്പോസലാണ് എന്നതുകൊണ്ട് തന്നെ അതിൽ നിന്നും കോൺഗ്രസിനെ പോലെ ഒരു ദേശീയ പാർട്ടി അതുകൊണ്ട് മുൻപോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് വിഭജനത്തിന്റെ വിത്ത് വിതയ്ക്കുന്നതിന് തുല്യമാണ്. കോടതിയിൽ അത് ഒരു തരത്തിലും നിലനിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് നിയമം പോലും ആകരുത് എന്ന ശക്തമായ ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. നാം ആ ബില്ലിന്റെ ക്ലോസ് 9 ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാല് വളരെ രസകരമാണ്. അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകളുടെ ബോർഡ് പ്രദർശിപ്പിക്കുമ്പോൾ എന്ന് മാത്രമല്ല ഏത് തരത്തിലുള്ള സംരംഭങ്ങളുടെയും എല്ലാ സ്വകാര്യ വ്യവസായങ്ങളുടെയും എന്ന് മാത്രമല്ല അഡ്വർടൈസ്മെന്റ് ഹൈവേയിൽ ഇതൊക്കെ കന്നഡയിലായിരിക്കണം ആദ്യം ആ സന്ദേശം വരേണ്ടതായിട്ടുള്ളത്. പിന്നെ മാത്രമേ ഇംഗ്ലീഷോ ഹിന്ദിയോ വരാവൂ. ഇത്രയധികം ഹീനമായിട്ടുള്ള പ്രാദേശിക ഭാഷാ ജ്വരം ഒരു നിയമനിർമ്മാണ പ്രക്രിയയിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ എന്ത് ദേശീയ ബോധമാണുള്ളത്?